ഹലോ, അപ്പം നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ആസാദി പടത്തിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു പടത്തിൻ്റെ റിവ്യൂ കൂടി പറയാണ്ടെന്ന്. കാരണം അത് ആ പടത്തിനെ കുറേ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കി. പക്ഷെ ആ മൂവി കണ്ട് ആ പടത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ മാത്രം ആ പടത്തിന് ഒന്നുമില്ല. കാരണം ആ രീതിയിലാണ് ആ പടം. അതായത് ഒരു ഫാമിലി ആയിട്ട് ഒരു വ്യക്തികൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ് ദിലീപ് ഏട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടം. നല്ല മൂവി. അതായത് ഇപ്പോൾ ഈ പടത്തിനെതിരായിട്ട് എന്താ പറയുക, മെയിൻ നമ്മുടെ മറ്റേ സിനിമ റിവ്യൂസിൻ്റെ മാർപ്പാപ്പ എന്ന് പറയുന്ന പോലത്തെ ഈ കോക്കണ്ണൻ അശ്വന്ത് കൂക്ക് ശരിക്കും പറഞ്ഞാൽ അയാളൊരു പൊട്ടനാ. കാരണം ആ രീതിയിലാണ് അയാളുടെ അപ്രോച്ച് എന്താണ്, അയാൾ എന്ത് രീതിയിലാണ് സിനിമകളെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയണില്ല. ആ രീതിയിലാണ് അയാൾ ഓരോ കാര്യങ്ങൾ പറയണത് ഈ പടത്തിനെ കുറിച്ചിട്ട്. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നല്ലൊരു മൂവി, നല്ലൊരു സിനിമ. ഇങ്ങനെ കുറേ പടങ്ങൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുപോയി നശിപ്പിക്കുന്നുണ്ട് നല്ല നല്ല പടങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണുക. OTT-യിലൊക്കെ വന്നിട്ടുണ്ട് പടം. തീർച്ചയായിട്ടും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. അപ്പോൾ ആ പടത്തിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യണതെന്ന് അറിയണില്ല. കാരണം ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വലിയ ത്രില്ലറോ അല്ലെങ്കിൽ അങ്ങനത്തെ പടമൊന്നുമല്ല, ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവി. നല്ല കോമഡി ഉണ്ട്. അതിലത്തെ ആക്ട്രസ്, പുതിയൊരു ആക്ട്രസ്സാണെന്ന് തോന്നുന്നു, വളരെ നന്നായിട്ട് അതിലത്തെ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് ഒരു ഡാൻസൊക്കെ ഉണ്ട്. അതൊക്കെ സൂപ്പറായിട്ടാണ് അതിൽ ചെയ്തിരിക്കണേ. ആ പടത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക ഈ രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് ആ രീതിയിലാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ കണ്ടിരുന്നു, ആ പടത്തിൻ്റെ റിവ്യൂ, ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറഞ്ഞ ആളുടെ. പക്ഷെ അയാൾ അതിൽ വളരെ മോശമായിട്ടാണ് ആ പടത്തിനെ കുറിച്ചിട്ട് പറയണത്, ദിലീപ് ഏട്ടൻ്റെ. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ടൈം ഈ കെയർ ടേക്കർ പവി എന്ന് പറഞ്ഞ പടം, അതിനെയും കുറിച്ചിട്ട് ഇതേപോലെ റിവ്യൂവേഴ്സ് കുറേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നല്ലൊരു മൂവിയാണ്, ഈ കെയർ ടേക്കർ പവി. അത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി അത്യാവശ്യം നല്ല മൂവീസാണ്. അത് എന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് മനസ്സിലാവണില്ല. നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചേക്കണ പടം, നല്ല എൻ്റർടൈൻമെൻറ്റ്, നല്ല അതിലത്തെ ആക്ട്രസ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ആ ഒരു യൂട്യൂബറുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അത്. നമുക്ക് ശരിക്കും അത് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ആ പടം ഫുൾ ടൈം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കോമഡി അങ്ങനത്തെ രീതിയിൽ തന്നെ ഒരു ഫാമിലിയിലത്തെ അങ്ങനത്തെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പടം. ആ പടത്തിന് ഇത് കൊണ്ടിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവണില്ല. കാരണം നല്ലൊരു മൂവിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില പടങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഓക്കെ. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയുള്ള ഇത് നെഗറ്റീവ് അഭിപ്രായമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ എമ്പുരാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയൊരു ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ പറയാൻ കാരണം, നമ്മൾ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണതെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ എമ്പുരാനെ കുറിച്ചിട്ട് ഞാൻ എന്താ പറയുക, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയില്ല. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഇതായിട്ടുള്ള കാര്യമാണ്. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടം, അത് ശരിക്കും പറഞ്ഞാൽ ആ ആക്ടറിനെ ഇതാക്കിയിട്ട് പറയണ പോലെയാണ് അതിൽ ചെയ്തിരുന്നത്. പക്ഷെ നല്ല മൂവിയാണ്. എല്ലാവർക്കും നല്ല ഫാമിലി ആയിട്ടായാലും നമുക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന നല്ലൊരു മൂവിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കരുത്. നിങ്ങളുടെ ടൈമും അതിൽ ഇതായി പോവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഇനി ഇതേപോലെ നല്ല നല്ല റിവ്യൂസൊക്കെ വരും. റിവ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളും കിട്ടണില്ല, കാരണം നമ്മൾ കമ്പനിയിലായതുകൊണ്ട്. അപ്പോൾ ഇനി എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള 2 പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ തലൈവരുടെ കൂലി, പിന്നെ സെപ്റ്റംബർ 5-ന് കൊഞ്ചുറിങ് 5th ആണോ 4th ആണോ എന്നറിയില്ല. അപ്പോൾ അത് റിലീസ് വരുന്നുണ്ട്.
അത് സെപ്റ്റംബറിലാണ് കോഞ്ചൂറിങ്. കൂലി വരുന്നത് ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റ് ആ ടൈമിൽ. അപ്പോൾ ഈ 2 പടങ്ങൾ നമ്മൾ എന്തായാലും ദുബായിൽ വെച്ചിട്ട് തന്നെ പരമാവധി കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ തുടരും ഞാൻ കണ്ടു. തുടരും വളരെ നല്ലൊരു മൂവിയാണ്. കാരണം ലാലേട്ടൻ്റെ ഒരു നല്ല തിരിച്ചുവരവ്, അത് ഞാൻ എന്തായാലും കണ്ടു. അതിനിപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാം കണ്ട്. അപ്പോൾ ഞാൻ ഈ 2 പടങ്ങളുടെയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഞാനത് OTTയിലാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ സൈനിങ് ഓഫ്, റോജർ ടോക്സ്.